ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ. എന്താ ചെയ്യുക? കരയല്ലേ മോളെ, കരയല്ലേ. കരഞ്ഞു കഴിഞ്ഞാലേ എന്താ ചെയ്യുക? പാവം എല്ലാ വിഷയങ്ങളും മാറ്റി മാറ്റി മറിക്കുകയാണ്. വിഷയങ്ങൾ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഒരു വസ്തു നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഓരോ ആൾക്കാർ കേസ് കൊടുത്ത കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് നമ്മളോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അതായത് മാഡത്തിൻ്റെ കേസ് എടുത്തിട്ടില്ലേ? ഞാൻ പറഞ്ഞു എടുത്തല്ലോ, കോടതിയിലേക്ക് കൊടുത്തല്ലോ. അപ്പോൾ എല്ലാവരും, അതായത് ശ്രീലേച്ചി കൊടുത്ത കേസ് എടുത്തിട്ടുണ്ട്, ഹരിത കൊടുത്ത കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉടനടി ആക്ഷൻ എടുക്കാൻ പറ്റുമല്ലേ പോലീസ് സാർമാരെ? എന്തായാലും സന്തോഷമുണ്ട് സാർമാരെ, നിങ്ങൾ നമ്മളെ ഒരു ഇത് കേട്ടത് കൊണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പം അതൊരു മറുപുറം, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. കേസിൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള സങ്കടത്തിലാക്കല്ലപ്പാ. ഇത്രയും കാലം അന്യൻ കളിച്ച് നടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെയും കാണണ്ടേ? അങ്ങനെ പറയാൻ പാടില്ല. എന്തൊക്കെയായിരുന്നു ചീത്ത പ്രിയേന മച്ചിയെന്നും എൻ്റെ അമ്മ വ്യഭിചരിക്കുന്നതാണെന്നും ഞാൻ പക്ക അഭിസാരികയാണെന്നും ശ്രീലേച്ചിക്ക് വേറൊരു ലൈനുണ്ടെന്നും ഒക്കെ എല്ലാം ആയിരുന്നോ? എവിടെ പോയി നിൻ്റെ വാശിയും വീറുമൊക്കെ പോയോ? ഒരിക്കലും പോകാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? നിൻ്റെ പിന്നിലുള്ള ആൾക്കാർ, കൃത്യമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിഷയത്തിലേക്ക് മാറ്റിക്കിടക്കും. സംഭവം തന്നെ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് പിന്നെ നമ്മളെ ചേട്ടാ ഈ പേരാമ്പ്രയിലെ ജിഹാദി മാഷി പറയുകയാണ്, പിന്നെ നിങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കൂടാ, നിങ്ങൾ ഒറ്റക്ക് കേസ് നടത്തേണ്ടത്. നമുക്ക് കേസൊക്കെ ഇതെന്ന് പറയുന്നില്ലേ, അതാണ് കേസൊക്കെ, അതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളെ മുന്നിലാണ് അവതരിപ്പിക്കുന്നത്, കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട്. എന്താണ് കാര്യങ്ങൾ, എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട്, പൊതുസമൂഹത്തിൻ്റെ മുന്നിലോടാണ് പറയുന്നത്. അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ മുന്നിലാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എന്നിങ്ങനെ വേറെയൊന്നുമില്ല. കാരണം ഇവൾ കുറേ കാലങ്ങളായിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മളോടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ എങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ മാറി. ഇപ്പം ചേച്ചി പറഞ്ഞതിൽ വളരെയധികം സത്യമാണ്. കാരണം എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടിയെത്തി. വേറൊന്നും കൊണ്ടല്ല, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഒരു പേടിപ്പിക്കലും ഇതൊക്കെ സ്വന്തമായിട്ട് വെച്ചോളുക. കാരണം ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറയാനൊന്നും എനിക്ക് ഇതൊന്നുമില്ല. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തക എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റേതായ ഒരിതുണ്ട്. കാരണം ഞാൻ ചെറുതു മുതലേ RSSനെ ഇഷ്ടപ്പെട്ടിട്ട് BJPയിലേക്ക് വന്ന ഒരാളാണ്. അതെന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പം BJP നിങ്ങൾ പറയുന്നുണ്ട് BJP പുറത്തായിരുന്നു മറ്റേതായി, നോ പ്രോബ്ലം ഇടോ. ഒരാൾ പുറത്തായിട്ടുണ്ടെങ്കിലും അവരെ മനസ്സിൽ BJP എന്ന് പറഞ്ഞ സ്ഥാനം മഹത്വരാണ്. ഞാനൊരു സംഘിണി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. കാരണം ഞാൻ ആ സംഘത്തിലൂടെ, അതായത് എൻ്റെ മാമൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ സംഘത്തിലൂടെ വന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ, എൻ്റെ മക്കളെയും ഞാൻ അതുപോലെ തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ നിങ്ങളടക്കമുള്ള ആൾക്കാർ എന്നെ പറ്റിയിട്ട് പറഞ്ഞതിൻ്റെ വില അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ നിർത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? അത്രയ്ക്ക് നീ എൻ്റെ മക്കളെ അടക്കം കുറവാക്കിയിട്ടുണ്ട്. അപ്പം ശുഭരാത്രി പറയുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇന്നത്തെ നമസ്കാരം. ബൈ ബൈ.